നമസ്കാരം. കലകേവധം കഥകളിയുടെ 4-ാമത്തെ രംഗം, അർജുനനും ഇന്ദ്രാണിയുമായിട്ടുള്ള രംഗം, അതിനുശേഷമുള്ള സ്വർഗവർണ്ണന എന്നിവയാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ അതിൻ്റെ ആ രംഗ് സവിശേഷതകളാണ് വിസ്തരിക്കുവാൻ പോകുന്നത്. അച്ഛൻ്റെ അടുത്തുനിന്ന് അമ്മയായ ഇന്ദ്രാണിയെയും സ്വർഗവും നടന്നു കാണുവാനുള്ള അനുവാദം മേടിച്ച അർജുനൻ ഇന്ദ്രാണിയെ കാണുന്ന ഭാഗത്തോടു കൂടിയാണ് ഈ രംഗം തുടങ്ങുന്നത്. അവിടെ പുലോമജാം പ്രാപ്യ എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം, ആ ശ്ലോകത്തിന് ശേഷം തിരശ്ശീല നീക്കുമ്പോൾ രംഗത്തിൻ്റെ വലതുവശത്ത് ഇന്ദ്രാണി പീഠത്തിലിരിക്കുന്നു. അർജുനൻ പ്രവേശിച്ച് ഇടതുവശത്തു കൂടി പ്രവേശിച്ച് ഇന്ദ്രാണിയുടെ അടുത്ത് ചെന്ന് വന്ദിച്ച് പദം ഇതിൽ ശ്ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ദ്രാണിക്ക് അപ്പോഴുണ്ടായ വികാരം എന്താണ് എന്നുള്ള വിവരിക്കുന്ന അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഒരു അഷ്ടകലാശത്തിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ആ ശ്ലോകത്തിൽ കോട്ടയത്തമ്പുരാൻ പറയുന്നത്, പുലോമജയായ ശചീദേവിയുടെ സമീപത്ത് ചെന്ന് അർജുനൻ കാല് തൊട്ട് വന്ദിച്ചപ്പോൾ ഇന്ദ്രാണി സന്തോഷാശ്രുക്കൾ കൊണ്ടും പുത്രനോടുള്ള പുത്രവാത്സല്യം കൊണ്ട് ചുരന്ന മുലപ്പാല് കൊണ്ടും അർജുനനെ കുളിപ്പിച്ച ശേഷം ഇങ്ങനെ അവനോട് പറഞ്ഞു എന്നാണ്. കോട്ടത്തമ്പുരാൻ്റെ ശ്ലോകങ്ങൾ പലപ്പോഴും വളരെ അർത്ഥവത്തും ആ സന്ദർഭത്തെ കാര്യമായിട്ട് വിവരിക്കുകയും ചെയ്യുന്നതാണ്. സന്തോഷാശ്രുക്കൾ കൊണ്ടും പുത്രവാത്സല്യത്താൽ, അമ്മയുടെ സ്ഥാനമാണല്ലോ അച്ഛൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്ഥാനമാണ്, പുത്രവാത്സല്യത്താൽ ചുരന്ന മുലപ്പാല് കൊണ്ടും അർജുനനെ കുളിപ്പിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു എന്നാണ് ശ്ലോകം. അപ്പോൾ ശ്ലോകം കഴിഞ്ഞ് പ്രവേശിച്ച് കുമ്പിട്ട് മാറി നിൽക്കുന്ന അർജുനനോട് ഇന്ദ്രാണിയുടെ പദം വിജയീഭവ ചിരഞ്ജീവ എന്ന് തുടങ്ങുന്ന ഒരു പദമാണ്. വിജയ അർജുന, നീ വിജയിക്കുക എന്ന് പറയുന്ന, നീ നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞ് ഇനി ഞാൻ പറയുന്നത് ശ്രവിച്ചാലും ഇനി ഞാൻ പറയുന്നത് കേട്ടാലും. അവിടെ പറയുന്നത് പിന്നീട് അങ്ങോട്ട് പറയുന്നത് സാധാരണ കാര്യങ്ങളാണ്. നിനക്ക് സ്വാഗതം വീര, നിനക്ക് സ്വാഗതം, നിനക്ക് സുഖമല്ലേ, പിന്നെ കുന്തിദേവിക്ക്, അതായത് കുശലവന്മാരെ പോലെ ശൂരന്മാരായ മക്കളോടുകൂടിയ കുന്തിദേവിക്ക് സുഖം തന്നെയല്ലേ, പിന്നെ ചന്ദ്രവംശമാണല്ലോ പാണ്ഡവർ. അപ്പോൾ നീ കീർത്തി കൊണ്ട് ചന്ദ്രനെപ്പോലും ഇന്ന് ജയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ, നിന്നുടെ കീർത്തിയാൽ ഇന്ന് നൂനം എന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രൻ്റെ കളങ്കം പോലും, അതായത് ചന്ദ്രവംശം ചന്ദ്രൻ്റെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ നിൻ്റെ ഈ കീർത്തി കൊണ്ട് ചന്ദ്രൻ്റെ കളങ്കം പോലും മറഞ്ഞിരിക്കുന്നു എന്നാണ് കോട്ടയത്തമ്പുരാനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അർജുൻ അതിനുള്ള ഒരു മറുപടി ആയിട്ട് പറയുന്നത്, വിജയനഹമിത കൈതൊഴുന്നേൻ ദേവി വിരവോട് വിഭുതജനമാന്യേ. വിജയൻ അർജുനൻ ഇതാ നിന്നെ കൈതൊഴുന്നു ദേവി, നിന്നെ ഞാൻ, അല്ലയോ ദേവി, ഇതാ അർജുനൻ നിന്നെ കൈതൊഴുന്നു. ഈ വിജയപദം ഇവിടെ സന്ദർഭാൽ പറയുകയാണ്. ഈ വിജയപദം ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ഒരുപാട് വരുന്നുണ്ട്. എല്ലാ പദങ്ങളിലും എനിക്ക് തോന്നുന്നു വിജയൻ എവിടെയെങ്കിലുമൊക്കെ കടന്നു വരുന്നുണ്ട്. അത് ആ വിജയിയുടെ അർജുനൻ എന്ന് പലത്തും പാണ്ഡവൻ എന്ന് പറയുന്നതിന് പകരമൊക്കെ വിജയൻ എന്നുള്ള പദം ഈ
ആദ്യം തന്നെ വിജയൻ അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നിടത്ത് വിജയൻ വാഴുന്നു എന്നുള്ളത്, അതിനുശേഷം വിജയതേ ബാഹുവിക്രമം വിജയതേ എന്നുള്ളത്, പിന്നീട് ഇങ്ങോട്ട് എല്ലായിടത്തും വിജയനഹം കൈതൊഴുന്നേൻ, അച്ഛനെ വന്ദിക്കുമ്പോഴും വിജയൻ എന്ന് പറഞ്ഞാണ് ഇവിടെ വിജയീ ഭവ എന്നാണ് ഇന്ദ്രാണി പറയുന്നത്. അപ്പോൾ അങ്ങനെ സന്ദർഭത്തിൽ പറഞ്ഞു എന്നുള്ളൂ. വിജയൻ എന്ന പദം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ വിജയനഹമിത കൈതൊഴുന്നേൻ ദേവി, അതിന് ശേഷം പറയുന്ന അല്ലയോ അമ്മേ, അവിടുത്തെ പാദങ്ങളല്ലാതെ ഞങ്ങൾക്ക് മറ്റ് വിശരണവുമില്ല. പിന്നെ നീ ഞങ്ങളിൽ അനുകമ്പയുണ്ടാകണം. ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ തിരിച്ച് ഇന്ദ്രാണി വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ വനവാസം ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നത് അത് ഒരു യോഗമാണെന്ന് മാത്രം കരുതുക. ശ്രീകൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ അതിവേഗം നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നതാണ്, എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഒരു ഇതിന് ശേഷം വിജയീ ഭവ എന്ന് തുടങ്ങുന്ന പദത്തിന് ശേഷമുള്ള മറുപടിയിൽ പിന്നെ വിജയനഹമിത കൈതൊഴുന്നേൻ ദേവി എന്നുള്ള പദത്തിൻ്റെ അവസാനം ഒരു ചരണത്തിൽ വരുന്ന സുഹൃതികളിൽ മുമ്പനായി വന്നേൻ ദേവി സുജന പരിഗ്രീത സൗജന്യ, നിന്നെ കണ്ടതിൽ സുജനങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന സ്വഭാവങ്ങളോടുകൂടി അല്ലയോ ദേവി, ഞാനിപ്പോൾ സുഹൃതികളിൽ ഏറ്റവും മുമ്പനായിരിക്കുന്നു. കാരണം ഇവിടെ വരാൻ കഴിഞ്ഞു, അച്ഛനെ കാണാൻ കഴിഞ്ഞു, സ്വർഗത്തിലെത്താൻ കഴിഞ്ഞു, സ്വർഗം കാണാൻ കഴിഞ്ഞു, അമ്മയെ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ സുഹൃതികളിൽ തന്നെ ഏറ്റവും മുമ്പനായിട്ട് ഏറ്റവും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു, ഏറ്റവും പ്രധാനിയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അഷ്ടകലാശം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ അഷ്ടകലാശം തന്നെയാണ്. ആ അഷ്ടകലാശം അവിടെ അർജുനൻ എടുക്കാറുണ്ട്. കന്വി സമ്പ്രദായത്തിലാണെങ്കിൽ 4 കലാശങ്ങളും അതിനുശേഷം ഒരു കൂട്ടകലാശം എന്ന് പറയുന്ന വലിയ കലാശം എന്ന് പറയുന്ന ഒരു കലാശത്തോടുകൂടി അത് അവസാനിക്കുന്നത്. അങ്ങനെ അഷ്ടകലാശം കൂടി അവിടെ നിബന്ധിച്ചിട്ടുണ്ട്. ഒരു പച്ചവേഷം അഷ്ടകലാശം എടുക്കുന്നത് ഇതിനെക്കുറിച്ച് ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നല്ല ഒരു നൃത്തഖണ്ഡം എന്ന രീതിയിൽ അതിമനോഹരമായി കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ഒരു നൃത്തഖണ്ഡം എന്ന രീതിയിൽ അഷ്ടകലാശം എന്നും കഥകളിയുടെ സങ്കേതത്തിൽ പ്രാധാന്യമുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇവിടെ അർജുനൻ്റെ ഇന്ദ്രാണിയോടുള്ള മറുപടി പദത്തിലാണ് സുഹൃത്തുക്കളിൽ മുമ്പനായി വന്നേൻ ദേവി എന്ന് പറയുന്ന ഭാഗത്ത് അർജുനൻ്റെ അഷ്ടകലാശം. അതിന് മറുപടിയായിട്ടാണ് വനമതിൽ വസിപ്പതിന് യോഗം വീര വന്നത്, ഇത് വിധി ദുർവിഭാഗം, അതായത് ഈ വനത്തിൽ വസിക്കേണ്ടി വന്നത് അത് വിധിയുടെ യോഗം കൊണ്ടാണ്. മല്ലരിപു കാരുണ്യത്താൽ, അതായത് ശ്രീകൃഷ്ണൻ്റെ കാരുണ്യത്താൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒഴിഞ്ഞു പോകും എന്ന് പറയുന്നു. അതിനുശേഷം ഒരു ചെറിയ ആട്ടമാണ്. ആ ആട്ടത്തിലാണ് അർജുനൻ ചോദിക്കുന്നത്, ഇനി ഈ സ്വർഗം നടന്ന് കാണുവാൻ വേണ്ടി എനിക്ക് അനുവാദം തരണം എന്ന് പറയുന്നു. നീ സ്വർഗം നടന്ന് കണ്ടു വരിക എന്ന് ഇന്ദ്രാണി അനുഗ്രഹിക്കുന്നതോടുകൂടി ഇന്ദ്രാണിയെ രംഗത്തു നിന്ന് നിഷ്ക്രമിക്കുന്നു. ഇന്ദ്രാണിയെ യാത്രയാക്കിയ ശേഷം തിരിഞ്ഞ് രംഗത്തിലേക്ക് കയറി വന്ന് അർജുനൻ സ്വർഗവർണ്ണന ആരംഭിക്കുന്നു. ഈ സ്വർഗവർണ്ണന ഒരു മനോധർമ്മ ആട്ടമാണ്. ചില ഒരു വളരെ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അയഞ്ഞ ഒരു ചട്ടക്കൂട് ഉണ്ടെങ്കിലും
കോട്ടയം തമ്പുരാൻ്റെ മറ്റ് കഥകളിൽ കാണുന്നത് പോലെയോ ഇവിടെ തന്നെ മുമ്പ് നമ്മൾ കണ്ടതുപോലെയോ വളരെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ആട്ടമല്ല സ്വർഗവർണ്ണന. സ്വർഗത്തിലെ കാഴ്ചകൾ കാണുന്നത് ഓരോ നടന്മാരുടെയും ഇവിടെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ താത കിങ്കുശലി ഒക്കെ കണ്ടത് കൃത്യമാണ്. ഒരു 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 മുദ്ര പോലും രണ്ട് നടന്മാർ തമ്മിൽ ചെയ്യുമ്പോൾ വ്യത്യാസം വരാറില്ല. ഈവൻ ഈ ഇന്ദ്രാണിയുമായിട്ടുള്ള രംഗത്തിൽ പോലും ഇന്ദ്രാണിയുമായിട്ട് അവസാനമുള്ള ആട്ടം ഞാൻ ഇനി എനിക്ക് സ്വർഗം നടന്ന് കാണുവാനുള്ള കൽപ്പന തരണം, അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നിടത്ത് പോലും വളരെ ചിട്ടപ്പെട്ട ആട്ടമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് കുറച്ച് സമയമെടുത്തും ചെയ്യുന്നതാണ്. 20-25 മിനിറ്റോളം ഒക്കെ എടുത്ത് ചെയ്യുന്ന ആട്ടമാണ്. അതിൽ കൂടുതൽ ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ അതിന് ഇത്രയുമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് വിസ്തരിക്കാതെ ചുരുക്കി എന്നാൽ ഭംഗിയായിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പ്രധാനമായും സ്വർഗം കാണുന്നത് 3 തലത്തിലുള്ള സ്വർഗം കാണുന്നതായിട്ടാണ്. അതിൽ പ്രധാനമായും അതിൻ്റെ മധ്യഭാഗത്തെ വർണ്ണനകളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം ഇതാ മുമ്പിലേക്ക് കയറി വന്നിട്ട് ഇതാ അതിമനോഹരമായ സ്വർഗം എൻ്റെ മുന്നിൽ കാണാറാകുന്നു. ഇതിന് അധോ സ്വർഗം, ഏറ്റവും താഴെയുള്ള സ്വർഗം, മധ്യത്തിലുള്ളൊരു സ്വർഗം, മുകളിലുള്ളൊരു സ്വർഗം, അങ്ങനെ 3 തലത്തിലാണ് സ്വർഗം കാണുന്നത്. അതിൽ ഏറ്റവും താഴെയുള്ള സ്വർഗത്തിത കൽപ്പവൃക്ഷത്തിൻ്റെ തളിരുകളും തേൻ നിറഞ്ഞ പൂക്കളും വീണ് കിടക്കുന്ന വീഥികൾ ഏറ്റവും താഴെ കാണുന്നു. ഏറ്റവും മുകളിൽ ദേവന്മാരുടെ വിമാനങ്ങൾ, ദേവന്മാർ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്, അതിൽ ദേവർഷികളും ദേവന്മാരും അപ്സരസുകളും ഒക്കെ വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നത് കാണുന്നു. മധ്യഭാഗത്ത് മാളികകളും ഗോപുരങ്ങളും മറ്റ് അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം, ഉദ്യാനങ്ങളും ക്രീഡാപർവ്വതങ്ങളും ഒക്കെ കാണുന്നു. ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ഇനി ഇതെല്ലാം നടന്ന് കാണുക തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വർഗവർണ്ണന മുമ്പോട്ട് പോകുന്നത്. അവിടെ ഒരു ആട്ടം സാധാരണ കാണിക്കുന്ന ഒരാട്ടമുള്ളത് അമൃത് സൂക്ഷിച്ചിരിക്കുന്ന മന്ദിരം കാണുന്നതാണ്. അകലെ ഒരു മനോഹരമായ മന്ദിരം കാണുന്നു. എന്താണത്? അതിന് ചുറ്റും ഭടന്മാർ വളരെ ശുഷ്കാന്തിയോടുകൂടി ആയുധങ്ങളോടുകൂടി നടക്കുന്നു. എന്തോ അമൂല്യമായ വസ്തു സൂക്ഷിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി അടുത്ത് ചെന്നിട്ട് മനസ്സിലായി അമൃത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് കണ്ട് അതൊന്ന് വന്ദിച്ചിട്ട് വീണ്ടും അടിനക്കിട വെച്ച് മുമ്പിലേക്ക് പോകുന്നു. അവിടെ പിന്നീട് ദേവസുന്ദരികളെ കാണുന്നതായിട്ടുള്ള ആട്ടം ചിലർ ചെയ്യാറുണ്ട്. ആ ദേവസുന്ദരികൾ ഇതാ അർജുനൻ പോകുന്നു. നമ്മുടെ നാഥനായ, നമ്മുടെ സ്വാമിയായ ദേവേന്ദ്രന് കുന്തിദേവിയിലുണ്ടായ മകനാണ്, അതിപ്രഗത്ഭനാണ്, ഒരുപാട് ആയുധവിദ്യയിലൊക്കെ വലിയ കഴിവുള്ളവനാണ് എന്നൊക്കെ തന്നെ പ്രശംസിച്ചു പോകുന്നു എന്നുള്ള ആട്ടം ചിലരാടാറുണ്ട്. ചിലർ അവിടെ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ കാണാറുണ്ട്. ചിത്രങ്ങൾ കണ്ടിട്ട്, പഴയ ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് തൻ്റെ ഒരു ചിത്രത്തിൽ തൻ്റെ രൂപം പോലെയുള്ള ഒരു രാജാവിനെ കാണുന്നത് പുരുരോസിൻ്റെ ചിത്രമാണ് എന്നൊക്കെ ഉള്ള തരത്തിലൊക്കെ ഉള്ള ആട്ടങ്ങൾ. അതൊക്കെ എത്രത്തോളം യുക്തി ഉള്ളതാണ് എന്ന് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് അറിയില്ല. കൂടുതലും ദൃശ്യപരമായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നതാണ് പലപ്പോഴും നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നീട് അതിൽ പ്രധാനമായും കാണുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ഈ വൃന്ദാരകൻ ഈ ഗന്ധർവന്മാർ പാട്ട് പാടുന്നതും ആ പാട്ടിൽ ശ്രീകൃഷ്ണൻ്റെ
വീരകഥകൾ പാടുന്നതും അത് കേട്ടിട്ട് പലരും പല രീതിയിൽ അതിനെ സ്വീകരിക്കുന്നതും അങ്ങനെയുള്ള ഒരാട്ടവും കണ്ടിട്ടുണ്ട്. അതായത് ഈ ഗന്ധർവന്മാർ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഗാനങ്ങൾ ആലപിക്കുന്നു. അപ്പോൾ അവിടെ ദേവർഷികൾ അവർക്ക് അത് കേട്ടിട്ട് ഭക്തി വരുന്നു. ദേവസ്ത്രീകൾക്ക് പ്രണയവും കാമവും ഒക്കെ തോന്നുന്നു. അങ്ങനെ പലർക്ക് പല രീതിയിലായിട്ട് തോന്നുന്നതായിട്ട് ചിലർ ചെയ്യാറുണ്ട്. പക്ഷെ എപ്പോഴും ഒഴിവാക്കാതെ ചെയ്യുന്ന ചില കാഴ്ചകൾ വരുന്നത്, ഒന്ന് ഐരാവതത്തെ കാണുന്നതാണ്. അപ്പോൾ ഐരാവതത്തെ കാണുന്നത് ചിലർ കാണുന്നത് അതാ അങ്ങ് അകലെ ഒരു വെളുത്ത പർവ്വതം കാണുന്നു, അതെന്താണെന്ന് നോക്കാം, അടുത്തേക്ക് ചെന്നിട്ട് ആ പർവ്വതത്തിൽ 2 കൊമ്പുകൾ കാണുന്നുണ്ടല്ലോ, മനസ്സിലായി, പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അച്ഛൻ്റെ വാഹനമായ ഐരാവതമാണ്, വെളുത്ത കൊമ്പനാനയാണ്, 4 കൊമ്പനാണ് എന്ന് പറഞ്ഞ് അതിനെ വണങ്ങുന്നതായിട്ട്. ചിലർ അതിൽ കുറച്ചുകൂടി രസകരമായിട്ട് ആകാശഗംഗ കാണുന്നു, അതായത് ദിവ്യ നദിയായ ഗംഗ കാണുന്നു. ആ ഗംഗ ഇങ്ങനെ തൊഴുത്, ഈ ഗംഗയാണ് പിന്നീട് ശ്രീപരമേശ്വരൻ്റെ ജടയിൽ പതിച്ചിട്ട് അവിടെ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഭൂമിയെ മുഴുവൻ സമ്പുഷ്ടമാക്കുന്നത്. ഇതെന്താണ്, ഇതിലെന്തോ ഒന്ന് പൊങ്ങിക്കിടക്കുന്നത് കാണുന്നല്ലോ, ചില പാറക്കൂട്ടങ്ങൾ ഒഴുകി വരുന്നത് പോലെ തോന്നുന്നല്ലോ, ആ പാറക്കൂട്ടം ഇങ്ങനെ സ്വർഗഗംഗയിലൂടെ ഒഴുകി വരുന്നത് കാണുന്നുണ്ടല്ലോ, മനസ്സിലായി, അത് പാറക്കൂട്ടങ്ങളല്ല, അച്ഛൻ പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അച്ഛൻ വാഹനമായി ഉപയോഗിക്കുന്ന 4 കൊമ്പനായ ഐരാവതമാണ് എന്ന് പറഞ്ഞ് ഗംഗയെയും ആകാശഗംഗയെ കാണുന്നതും ഐരാവതത്തെ കാണുന്നതും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് കാണിക്കാറുണ്ട്. അതിനുശേഷം ഉച്ചൈസ്രവസ്, ഇന്ദ്രൻ്റെ കുതിരയായ ഉച്ചൈസ്രവസിനെ കാണുന്നു, ഉച്ചൈസ്രവസിനെ വന്ദിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് മുമ്പിലേക്ക് പോകുമ്പോൾ നന്ദനോദ്യാനം കാണുന്നു. ഈ നന്ദനോദ്യാനമാണ് നളചരിതം 2-ാം ദിവസത്തിൽ ഗ്രാമ്യം നന്ദനവനം അരമ്യം എന്ന് ചൈത്രരഥവും എന്ന് ദമയന്തി പറഞ്ഞത്. ഈ നന്ദനോദ്യാനവും ഇന്ദ്രൻ്റെ നന്ദനോദ്യാനവും അതുപോലെ തന്നെ വൈശ്രവണൻ്റെ ചൈത്രരഥം എന്ന് പറയുന്ന ഉദ്യാനവും ഒക്കെ ഗ്രാമ്യമായി തോന്നുന്നു. നളൻ്റെ ഉദ്യാനം കണ്ടിട്ട് എന്ന് ദമയന്തി പറയുന്നത് ഈ നന്ദനോദ്യാനത്തെ കുറിച്ചിട്ടാണ്. ഈ നന്ദനോദ്യാനം കാണുന്നു. നന്ദനോദ്യാനത്തിൽ കൽപ്പവൃക്ഷങ്ങൾ കാണുന്നു. ആ കൽപ്പവൃക്ഷങ്ങൾ ചില സ്ത്രീകൾ ഈ കൽപ്പവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ആഗ്രഹിക്കുന്നത് എന്ത് ചോദിച്ചാലും കൽപ്പവൃക്ഷം കൊടുക്കും. അപ്പോൾ ദേവസ്ത്രീകൾ ഓരോരുത്തരായി ചെന്ന് ഓരോ ആഗ്രഹങ്ങൾ പറയുന്നു. ആദ്യം ഒരു ദേവസ്ത്രീ ചെന്നിട്ട് എനിക്ക് കുറച്ച് സ്വർണ്ണമാലകൾ തരുമോ എന്ന് ചോദിക്കുന്നു. സ്വർണ്ണമാല കിട്ടുന്നു. അത് കഴുത്തിലണിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. പിന്നെ അടുത്ത ഒരു ദേവസ്ത്രീ വന്നിട്ട് എനിക്ക് പട്ടുവസ്ത്രങ്ങൾ വേണമെന്ന് പറയുന്നു. ആ പട്ടുവസ്ത്രങ്ങൾ കൊടുക്കുന്നു, അവ ധരിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കൽപ്പവൃക്ഷത്തിനോട് ദേവസ്ത്രീകൾ ഓരോ ആഗ്രഹങ്ങൾ പറയുന്നു. നന്ദനോദ്യാനം കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നന്ദനോദ്യാനത്തിലെ ആകാശഗംഗയിൽ ഉള്ള അരയന്യങ്ങളെ കാണുന്നു. അത് താമര വളയങ്ങൾ ഭക്ഷിക്കുന്നതിനെക്കുറിച്ച് വർണ്ണിക്കുന്നു. അവിടെ ആ അരയന്യങ്ങൾ പരസ്പരം ചുണ്ട് ഉരുമിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ കാണുന്നു. അങ്ങനെ ഉദ്യാനത്തിൽ കാണാവുന്ന കാഴ്ച ക്രീഡാപർവ്വതം കാണുന്നു. ക്രീഡാപർവ്വതം വർണ്ണിക്കുന്നു. അങ്ങനെ പല 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 കാര്യങ്ങൾ അവിടെ, സ്വർണ്ണ താമരപ്പൂക്കൾ, ഇതൊക്കെ കണ്ട് നന്ദനോദ്യാനം കാണുന്നു. അതുപോലെ തന്നെ കാമധേനുവിനെ കാണുന്നു. കാമധേനു അപ്പോൾ ഓരോന്നിനെ കാണുമ്പോഴും ഉച്ചൈസ്രവസിനെ കാണുമ്പോൾ വേണമെങ്കിൽ ഉച്ചൈസ്രവസിൻ്റെ എങ്ങനെയാണ് ഉച്ചൈസ്രവസ് ഉണ്ടായത് എന്നുള്ളത് വിസ്തരിക്കാം. ഐരാവതത്തെ കാണുമ്പോൾ വേണമെങ്കിൽ ഐരാവതത്തിൻ്റെ ഉൽപ്പത്തി വിസ്തരിക്കാം. പക്ഷെ സമയം എപ്പോഴും ശ്രദ്ധിക്കുക, ഇത്രയും ചെയ്തു വരാറുള്ളത്. അതിൽ ഈ കൽപ്പവൃക്ഷത്തിനോട് സ്ത്രീകൾ ഇത് യാചിക്കുന്നതൊക്കെ വിസ്തരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആ സ്ത്രീകൾ നടക്കുന്നതും യാചിക്കുന്നതും ഒക്കെ ദൃശ്യപരമായിട്ട് അതിൻ്റെ ഭംഗി വളരെ വലുതാണ്.
അപ്പം അങ്ങനെ ഇതെല്ലാം കണ്ട് അതിനുശേഷം ഇനി അപ്പോൾ ഒരു മാളിക കാണും, ഈ മാളിക മുകളിൽ കയറി നിന്ന് കൂടുതൽ കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞ് ആ മാളിക മുകളിലേക്ക് കയറി നിൽക്കുമ്പോഴാണ് അർജുനൻ വലിയ ശബ്ദം കേൾക്കുന്നു. വലിയ ശബ്ദമെന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ നിലവിളി കേൾക്കുന്നു, ദേവസ്ത്രീകളുടെ അലമുറ കേൾക്കുന്നു, യുദ്ധത്തിൻ്റെ ശബ്ദം, ഈ ആയുധങ്ങൾ കൂട്ടിമുട്ടുന്നതിൻ്റെ ശബ്ദം, വലിയ രാക്ഷസന്മാരുടെ വലിയ അട്ടഹാസം, അസുരന്മാരുടെ വലിയ അട്ടഹാസം കേൾക്കുന്നു. അപ്പോൾ അർജുനൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ട് ദൂരെ ഈ ദേവന്മാരെ ആരോ ആക്രമിക്കുകയാണ് എന്ന് തോന്നുന്നു. അച്ഛൻ്റെ രാജ്യം സംരക്ഷിക്കേണ്ടത് മകൻ്റെ കൂടി കടമയാണ്, അതുകൊണ്ട് അതിന് പുറപ്പെടുക, അവിടെ ചെന്ന് എന്താണെന്ന് അറിഞ്ഞ് വേണ്ട പ്രതിവിധി ചെയ്യുക തന്നെ എന്ന് പറഞ്ഞ് ഈ സ്വർഗവർണ്ണനെ അവസാനിപ്പിച്ച് നാലാരട്ടിയോടുകൂടി ആ അസുരന്മാരെ വകവരുത്തുവാനായി പോകുന്നു എന്ന നാട്യത്തിൽ അർജുനൻ നിഷ്ക്രമിക്കുന്നതോടുകൂടി നാലാമത്തെ രംഗം അവസാനിക്കുന്നു. പിന്നീട് വരുന്ന രംഗങ്ങളാണ് വജ്രകേതു വജ്രബാഹു എന്ന രണ്ട് രാക്ഷസന്മാർ വന്നു, അസുരന്മാർ വന്നു എന്നേ ഭാരതം പറയുന്നുണ്ടെങ്കിൽ അവിടെ വജ്രകേതു വജ്രബാഹു എന്ന രണ്ട് ചുവന്നാടികളെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് കോട്ടയത്തമ്പുരാൻ അതിനെ വിപുലപ്പെടുത്തിയിരിക്കുന്നു. ആ രംഗങ്ങൾ പൊതുവെ അവതരിപ്പിക്കാറില്ല. അർജുനൻ നിഷ്ക്രമിക്കുന്നതോടുകൂടി കരകേവധം ആദ്യ ഭാഗം അവസാനിക്കുന്നു. നല്ലൊരു കഥകളിയുടെ സങ്കേതങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കഥയാണ്. അതുപോലൊപ്പം തന്നെ അവസാന ഭാഗത്തെത്തുമ്പോൾ മനോധർമ്മത്തിന് വലിയ സാധ്യതകൾ കൊടുക്കുന്ന ഈ സ്വർഗവർണ്ണനയും അവിടെ വരുന്നുണ്ട്. സ്വർഗവർണ്ണനയിൽ ഞാനീ പറഞ്ഞതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ആടാറുണ്ട്. അതൊക്കെ ഓരോ നടൻ്റെയും മനോധർമ്മമാണ്. പൂർണ്ണമായ സ്വാതന്ത്ര്യം നടന് കൊടുത്തിട്ടുണ്ട്. ആകെയുള്ളത് ഇത്രയും കഴിഞ്ഞിട്ട് വരുന്നൊരു സ്വർഗവർണ്ണനയായതുകൊണ്ട് അത് എല്ലാം കാണിക്കാൻ നിൽക്കാതെ കാണിക്കുന്നത് വൃത്തിയായിട്ടും മറ്റും കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ വളരെ നന്നാകുന്ന ഭാഗവുമാണ്. ഏതായാലും ഇതിൻ്റെ ആദ്യ ഭാഗം, കരയോഗത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ വിവരണം ഇതോടുകൂടി അവസാനിക്കും. നന്ദി, നമസ്കാരം.